കൊല്ലം ചടയമംഗലത്ത് പിക്കപ്പ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. ഇടിച്ച വാഹനം നിർത്താതെ പോയി. ചടയമംഗലം സ്വദേശി മുഹമ്മദ് ബഷീറാണ് മരിച്ചത്. നിർത്താതെ പോയ വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, എപ്പോഴായിരുന്നു ഈ അപകടം? വാഹനം കണ്ടെത്തിയോ? വിവരങ്ങൾ എന്താണ്? രതീഷ്, പോലീസ് എന്നാലും അന്വേഷണത്തിൽ തന്നെയാണ്. വാഹനം തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം പിന്നീടുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ചടയമംഗലത്ത് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്. രാവിലെ പ്രഭാത നടത്തത്തിന് പോയി മടങ്ങി വരവെയാണ് ഇത്തരത്തിൽ ഈ പിക്കപ്പ് വാഹനം വന്നിടിക്കുമ്പോൾ അത് അമിത വേഗതയിലാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇത് നിർത്താതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ സ്ഥലത്ത്, അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഇത്തരത്തിൽ നെട്ടേത്തറ സ്വദേശിയാണ്, ചടയമംഗലം നെട്ടേത്തറ സ്വദേശി മുഹമ്മദ് ബഷീർ മരണപ്പെട്ടു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അത് അപകടമാണെന്ന് മനസ്സിലായത്. തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അങ്ങനെ നിർത്താതെ പോയ വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനാകുമെന്ന് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. രാവിലെയാണ് അപകടം. ചടയമംഗലം നെട്ടേത്ര സ്വദേശിയാണ് മരിച്ചത്. പിക്കപ്പ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരനായ മുഹമ്മദ് ബഷീറിനാണ് ജീവൻ നഷ്ടമായത്. വാഹനം നിർത്താതെ പോയി. ആ ദൃശ്യങ്ങളാണ് പുറത്തുനിന്ന്. വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.